ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ ഡിപ്ലോമസി സ്റ്റാർട്ട് ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇറാനുമായിട്ട് ട്രംപ് അഡ്മിനിസ്ട്രേഷനിലെ ഇലോൺ മസ്ക്, അദ്ദേഹത്തിന് എഫിഷ്യൻസിയാണ്, ഗവൺമെൻറ്റിൻ്റെ എഫിഷ്യൻസിയുടെ പോർട്ട്ഫോളിയോയാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. ചാർജ് എടുക്കാൻ പോകുന്നതേ ഉള്ളൂ. അതിനു മുമ്പ് അറിയുവാൻ സാധിച്ചത്, അതായത് ഇന്നത്തെ ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, ഇലോൺ മസ്ക് ഇറാൻ്റെ യുണൈറ്റഡ് നേഷൻ്റെ അംബാസഡറുമായിട്ട് വളരെ രഹസ്യമായ കൂടിക്കാഴ്ച നടത്തി. ഇത് ബേസിക്കലി വാർത്ത ലീക്കായത് ഇറാനിൽ നിന്നാണ്. കാരണം ഇലോൺ മസ്കോ ഇറാൻ്റെ ഇവിടുത്തെ അംബാസഡർക്ക് ഇതിനെപ്പറ്റി ഒരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷേ രണ്ടു കൂട്ടരോടും അവർക്ക് ഇമെയിലും അവരോട് ചോദിച്ചു കഴിയുമ്പോൾ അവർ നിശബ്ദമായിട്ടിരിക്കുകയാണ്. അവരൊന്നും അതിനെപ്പറ്റി കമൻറ്റ് ചെയ്യാൻ തയ്യാറല്ല. പക്ഷേ കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്തു വരികയാണ്. അതിലേറ്റവും പ്രധാനമെന്ന് പറയാൻ നമ്മൾ അറിയുവാൻ സാധിക്കുന്നത്, കാരണം ആ റിപ്പോർട്ടിനകത്ത് പറയുന്നത്, ഇലോൺ മസ്ക് ഈ പറയുന്ന ഇറാൻ്റെ യുണൈറ്റഡ് നേഷൻ അംബാസഡറുമായിട്ട് ഒരു രഹസ്യ സങ്കേതത്തിലാണ് 1 മണിക്കൂറോളം നീണ്ടു നിന്ന് കൂടിക്കാഴ്ച നടത്തിയത്. ഇത് ഞാൻ നേരത്തെ പല ആവർത്തി പറഞ്ഞു. ഇപ്പോഴത്തെ അവിടുത്തെ ഗവൺമെൻറ്, അതായത് ഇസ്രായേൽ ഇറാനെ അറ്റാക്ക് ചെയ്തതിന് ശേഷം അവിടെ പൂർണ്ണമായിട്ടും കാര്യങ്ങൾ മാറിമറിഞ്ഞു. കാരണം അവർക്ക് മനസ്സിലായി അവിടെ ഒന്നും തിരിച്ചവർക്കൊന്നും ചെയ്യാനില്ല. ആ രാജ്യത്തിൻ്റെ സ്ഥിതി കഷ്ടമായി മാറി. അതിൻ്റെ പേരിലാണ് തിരിച്ചടിക്കുമെന്ന്, അതായത് ഫത്വായും ഡിക്ലെയറും ചെയ്ത അലി ഖമൈനിയെ, അതായത് വീട്ടു തടങ്കലിലാക്കി. അവിടെയുള്ള 4-5 പേര് മാത്രമേ ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രസ്താവനകൾ നടത്താൻ പറ്റുകയുള്ളൂ എന്ന് ഇറാനിയൻ ഗവൺമെൻറ് തീരുമാനിക്കുക. അതായത് ആധ്യാത്മിക സ്പിരിച്വൽ ലീഡറിൻ്റെ പവർ ഇല്ലാതായി മാറി. അതാണ് ഏറ്റവും പ്രധാനം. അതായത് റിജീം ചേഞ്ച് തന്നെയാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. നിങ്ങൾക്കറിയാവുന്ന സംഭവമാണ് ഈ IRGC, അതായത് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിൻ്റെ ഹെഡിനെ തൊലച്ചത്, അതായത് തട്ടിയത് ട്രംപ് പറഞ്ഞിട്ടാണ് കൊന്നത്. അപ്പോൾ അതിനുശേഷം അവിടെ ഈ ഖമൈനിയുടെ തീരുമാനമായിരുന്നു അമേരിക്കയുമായിട്ട് ഒരു ഡിസ്കഷനും ടോക്സും പാടില്ല. എടുത്തു നോക്കുക പഴയ എന്തായിരുന്നു. അതിനെയെല്ലാം മാറ്റിമറിച്ചു. യുണൈറ്റഡ് നേഷൻ്റെ അംബാസഡർ എലോൺ മസ്കിനെ കാണാൻ പോകുമ്പോൾ മനസ്സിലാക്കുക, ഇറാനിയൻ ഗവൺമെൻറ് പൂർണ്ണമായി സമ്മതം അറിയിച്ച ശേഷമാണ് ഈ മീറ്റിംഗ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സംഭവത്തിൽ, കാരണം ആ ഒരു ഡിപ്ലോമസി ട്രംപ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയതിൻ്റെ സൂചന എന്ന് പറയുന്നത്, ഈ അലി ഖമേനിക്ക് ഇനി വലിയ റോൾ ഉണ്ടാകാൻ പോകുന്നില്ല. അതിൻ്റെ സൂചനയാണ്. കാരണം അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം മൂലക്കിട്ടു, അയാളെ പിടിച്ചു അകത്തുവാക്കി. കാരണം അവിടെ ഗവൺമെൻറ് പല കാര്യങ്ങളും പോസിറ്റീവായിട്ട്, അതായത് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കാൻ എന്ന് പറയുന്നയാൾ പോസിറ്റീവായിട്ട് മൂവ് ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ആദ്യമായിരുന്നു, നിങ്ങൾക്കറിയാം, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, അറബ് ഉച്ചകോടിയുമായിട്ട് സൗദി അറേബ്യയിൽ വെച്ച് ഇറാൻ്റെ ഫോറിൻ മിനിസ്റ്റർ തന്നെ പറഞ്ഞു, ഇറാൻ്റെ പ്രസിഡന്റ് തന്നെ പറഞ്ഞു, ട്രംപിന് മാത്രമേ മിഡിൽ ഈസ്റ്റിൽ സമാധാനം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. ഇറാൻ്റെ സോവറിൻ രാജ്യമാണ്, അതിലേക്ക് ഇസ്രായേൽ കടന്നു കയറാൻ പാടില്ല. അത് ട്രംപ് സമാധാനം കൊണ്ടുവരണം, ഇറാൻ്റെ സോവറിനിറ്റി, ആ ഡിഗ്നിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടി ട്രംപ് സഹായിക്കണം. ഇത് ഇറാനിയൻ പ്രസിഡൻറ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. പെട്ടെന്നുള്ള ചേഞ്ചാണ്, കാരണം ട്രംപ് വന്ന ശേഷം. അപ്പം ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ടോക്സ് ഉണ്ടായി ഇലോൺ മസ്കുമായിട്ട്. അതായത് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ഇറാൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിമാൻഡുണ്ട്. അതായത് അവർ ഫർദർ അമേരിക്കയുമായിട്ടും ട്രംപുമായിട്ടും ഒരു ഡിപ്ലോമാറ്റിക് ഡിസ്കഷന് തയ്യാറാണ്. അവർ ഫർദറായിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാൻ അതിനുള്ള പരിപാടികളൊന്നും അവർക്കില്ല. ഇറാൻ്റെ മുകളിൽ വെച്ചിരിക്കുന്ന സാങ്ഷൻ, അതായത് അമേരിക്ക ഉൾപ്പെടെ പല രാജ്യങ്ങളും, അത് പിൻവലിക്കണം. ഏതെങ്കിലും ഇനിഷ്യൽ സമയത്ത് തേർഡ് വേൾഡിൽ, അതായത് തേർഡ് വേൾഡിലെ മൂന്നാമത്തെ ഒരു രാജ്യത്ത്, സപ്പോസ് ദുബായിലാണെങ്കിലും സൗദി അറേബ്യയിൽ വെച്ചാണെങ്കിലും, ഇറാനിയൻ ഡിപ്ലോമാറ്റ്സ് അമേരിക്കൻ ഒഫീഷ്യൽസുമായിട്ട് സംസാരിക്കാൻ തയ്യാറാണ്. ഇതൊക്കെയാണ് ടോക്സിലേക്ക് വന്നിരിക്കുന്നത്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞു, ഇറാൻ്റെ വെടി തീർന്നു, അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ആരാണ്ടൊക്കെ എന്തൊക്കെയോ പറയുന്നു. എന്താണ് റിയാലിറ്റി? അപ്പോൾ ഇങ്ങനൊരു ടോക്സ് ഇറാനിയൻ ഡിപ്ലോമാറ്റ്സ്, അതായത് ഇറാനിയൻ അഡ്മിനിസ്ട്രേഷൻ ട്രംപ് അഡ്മിനിസ്ട്രേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടി ഇലോൺ മസ്കിനെയാണ് ട്രംപ് ഏർപ്പെടുത്തിയത്. കാരണം ട്രംപിൻ്റെ വിശ്വസ്തനായ കക്ഷിയാണ്. അപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് ഉണ്ടായിരുന്ന ടോക്സിനെ പറ്റി പുറത്തൊന്നും പറയുന്നില്ലെങ്കിലും
ഇറാനിയൻ ഒഫീഷ്യൽസ് പല കാര്യങ്ങളും പല മീഡിയയ്ക്ക് ലീക്ക് ചെയ്യാൻ തുടങ്ങി. എന്തൊക്കെയാണ് സംഭാഷണം ഉണ്ടായത്? അമേരിക്കയും ഇറാനും തമ്മിൽ ഒരു പുതിയ രീതിയിലോട്ട് പോവുകയാണ്. മനസ്സിലാക്കുക, നേരത്തെ ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഇറാനെതിരെയുള്ള സാങ്ഷൻ, ഈ നേരത്തെ ഇമ്പോസ് ചെയ്ത സാങ്ഷൻ ട്രംപ് വന്നാണ് വീണ്ടും സാങ്ഷൻ ഏർപ്പെടുത്തിയത്. അതിനുശേഷമാണ് സുലൈമാനിയെ കൊല്ലുന്നത്, ഇറാനെതിരെ വലിയ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരുന്നത്. ഇതൊക്കെ ഉണ്ടായത് ട്രംപാണ് കൊണ്ടുവന്നത്. വീണ്ടും അതിനുശേഷം ഇസ്രായേൽ, അതായത് ട്രംപ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ഇസ്രായേൽ ഇറാനെ ആദ്യമായിട്ട് ഇവരെ ഷാഡോ വാറായിരുന്നു, ഓപ്പണായിട്ട് വാറായി അറ്റാക്ക് ചെയ്യുന്നു. അതായത് മിഡിൽ ഈസ്റ്റ് മുഴുവനും മാറി. അതിൻ്റെ ലക്ഷണമാണ് ഓരോന്ന് കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ അവർ തന്നെയാണ് ഇനിഷ്യേറ്റീവ് എടുത്തത്. ഇറാനുമായിട്ട് സംസാരിക്കുക, മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ സമാധാനം കൊണ്ടുവരിക. കാരണം ഇനി ഒരു കാരണവശാല, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, 10 കൊല്ലത്തോളം ഇറാൻ ഒന്നും ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയായി. കാരണം അവർക്ക് ഇനി ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യുകയൊന്നും വേണ്ട. കാരണം ആ രീതിയിലോട്ടാണ് ആ രാജ്യം അങ്ങ് മാറിയത് പെട്ടെന്ന്. ആ രാജ്യത്തും വലിയ പ്രശ്നമാണ്. ആ രാജ്യത്തെ ജനങ്ങൾ പോലും ഈ ഭരിക്കുന്ന റിജീമിനോടോ ഈ ഷിയ ഭരണകൂടത്തോട് അനുകൂലം നിൽക്കുന്നില്ല. അതിൻ്റെ പേരിൽ തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ്, മനസ്സിലാക്കുക, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, പല വീഡിയോയിലും പറഞ്ഞിരുന്നു, അവിടുത്തെ ഗവൺമെൻറ്, അതായത് IRG, റിപ്പബ്ലിക്കൻ ഇസ്ലാമിക് ഗാർഡ്സിലെ വളരെ സീനിയറായിട്ട് പല ആൾക്കാരെയും തരം താഴ്ത്തുകയും പലരെ ജയിലിലടക്കുകയും ചെയ്തു. കാരണം അവർ പറഞ്ഞു തിരിച്ചടിക്കണം, അതടിക്കണം. ഈ അടിക്കാൻ സാധനം വേണ്ട, എന്ത് വെച്ച് അടിക്കും? കാരണം ഇസ്രായേലുമായിട്ട് വാറ് പോകാൻ ഇവരെ കൊണ്ട് കഴിയില്ല എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞപ്പോൾ പല മറ്റ് യൂട്യൂബേഴ്സും പല സാറ്റലൈറ്റ് ചാനൽ എന്തൊക്കെയോ പിടിച്ച് പറയുന്നുണ്ട്. പക്ഷെ ഗ്രൗണ്ട് റിയാലിറ്റി വേറെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇറാനും താല്പര്യം ഇനി ഫർദർ ആരുമായിട്ടും വാറിന് വേണ്ട, അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും നല്ലൊരു ടൈംസിൽ പോയാൽ മതി. അതായത് മുഴുവനും മാറി മറിഞ്ഞു. അതിൻ്റെ പേരിലാണ് യുണൈറ്റഡ് നേഷൻ അതിൻ്റെ സ്ഥിരാംഗം, അത് ഇറാൻ്റെ സ്ഥിരാംഗം അംബാസഡർ ഇലോൺ മസ്കുമായിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ച, ഇനി അടുത്ത് തന്നെ മറ്റുള്ള കൂടിക്കാഴ്ച ഉണ്ടാകും. കാരണം ഇറാൻ്റെ എക്കോണമി നാശമായിട്ട് കിടക്കുകയാണ് എവിടെയും. കാരണം അവിടെ തൊഴിലില്ലായ്മ അവിടെ വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. അവിടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മറ്റ് ജനങ്ങൾ പ്രശ്നം കൂട്ടുകയാണ്. കാരണം വല്ലാത്ത രീതിയിലാണ് പോകുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്കറിയാവുന്നതാണ് ഈ മസ അമീനിയുമായിട്ടുള്ള ഇഷ്യൂവിൽ ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ് മസൂദ് പസഷ്കാൻ, അദ്ദേഹം മാസ അമീനിക്കും ആ പ്രതിഷേധക്കാരെ സപ്പോർട്ട് ചെയ്ത ആളാണ്. അദ്ദേഹം ഒരു പ്രാക്ടീസ്ഡ് ഡോക്ടർ കൂടിയാണ്. അപ്പം ഇതെല്ലാം കൂടെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പുരോഗമനം ഏറ്റവും, കാരണം അടുത്ത കാലത്ത് ഇറാൻ ഭരിച്ച ഏറ്റവും പുരോഗമനവാദിയാണ് ഇപ്പോഴത്തെ അവിടുത്തെ പ്രസിഡന്റ്. അപ്പം അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് ഇറാനുണ്ട്. അപ്പം അതിൻ്റെ പേരിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇറാൻ്റെ പൂർണ്ണമായിട്ട് സറണ്ടർ രീതിയിലോട്ടായി മാറി. കാരണം അവർക്ക് അതിൻ്റെ കേപ്പബിലിറ്റി ഇല്ലാതായി മാറി. കാരണം ഒന്നും തന്നെ ഇല്ല. കാരണം സാമ്പത്തികമായിട്ടില്ല, അവരുടെ സൈനികമായിട്ടുള്ള സംഭവങ്ങളെല്ലാം നശിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് അവർ നെഗോസിയേഷനും അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും മറ്റുള്ള രാജ്യങ്ങളായിട്ടും നല്ല റിലേഷൻഷിപ്പിൽ പോകാൻ തയ്യാറാകുന്നത്. കാരണം അവരുടെ ആദ്യത്തെ ഒരേ ഡിമാൻഡേ ഉള്ളൂ, അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന ഇമ്പോസ് ചെയ്തിരിക്കുന്ന സാങ്ഷൻ എടുത്തു മാറ്റുക, പിന്നെ മറ്റുള്ള സ്മൂത്തായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിൽ പോവുക. കാരണം ആ രാജ്യത്തിന് വ്യക്തമായിട്ട് പിടികിട്ടി അവർ ഈ ഗ്ലോബൽ സിനാരിയോയിൽ ഈ രാജ്യം ഇങ്ങനെ പോവുകയാണെങ്കിൽ വട്ടപൂജ്യമായിട്ട് മാറും. ആരും കാരണം അത് നാശമായിട്ട് തീരുമെന്ന് പിടികിട്ടി. കാരണം അവിടെ സൈന്യവും അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് ഈ സാധനമൊന്നും ഇല്ലാതെ ഇനിയും ഇസ്രായേൽ അടിക്കുവാണെങ്കിൽ അവരുടെ ന്യൂക്ലിയർ വെപ്പൺസിനും അതേപോലെ ഓയിൽ ഫെസിലിറ്റീസിനും കയറി ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ അതോടെ ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം പൂർണ്ണമായിട്ട് ചരിത്രമായിട്ട് മാറും. ഇത് ഞാൻ വളരെ കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഗവൺമെൻറ് തന്നെ ഒന്നടങ്കം പരിശ്രമിക്കുന്ന ട്രംപുമായിട്ട് ഇസ്രായേലുമായിട്ടും ലോഹ്യത്തിൽ പോവുക. ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇത് ഫർദറായിട്ട് പോകുമ്പോൾ നമുക്കറിയാം, ഒരു മാസം 1-2 മാസത്തിനുള്ളിൽ ഇറാൻ പൂർണ്ണമായിട്ടും പഴയ ഇറാൻ അല്ലാതായി മാറും. കാരണം അവർക്കിനി ഇത് ഷിയ ഭരണകൂടവും ജാതി മതവുമായിട്ടൊന്നും പോകാൻ അവർക്ക് താല്പര്യമൊന്നുമില്ല. കാരണം ഒരു പൂജ്യമായിട്ട് മാറി. ഇതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം.